ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്തിരുന്നത്, അതായത് നമുക്ക് കുറെ മെസ്സേജ് വന്നൊരു വീഡിയോ ആയിട്ടാണ്. ഗെയിമിംഗ് ഗിയർ ബോക്സ് നമ്മൾ കുറച്ച് നാൾ മുമ്പ് സ്റ്റിയറിംഗ് വീൽ ഉണ്ടാക്കിയിരുന്നു. അതിന് നിങ്ങളെല്ലാം കട്ട സപ്പോർട്ട് ആകുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രാവശ്യം ഗിയർ ബോക്സ് മേക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ കഴിവതും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇപ്പം കുറെ ലാഗ് വന്നത് എന്താന്ന് വെച്ചാൽ അതിന്റെ കുറച്ച് ഫുട്ടേജസ് ഒക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് മിലന്റെ ഫോണിലായിരുന്നു ആ വീഡിയോസ് എല്ലാം എടുത്ത്. അവന് അറിയാതെ എന്തോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാണ് ഫുട്ടേജസ് ഒക്കെ പോയി കാണിക്കുവാണ്. കുറച്ച് ലെങ്ത് ആയിരിക്കും, എന്നാലും നിങ്ങൾ കാണുക. കിടു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് പറഞ്ഞു താമസിപ്പിക്കുന്നില്ല, നമ്മൾ നേരെ. അപ്പം ഗൈസ്, നമ്മൾ ഈ ഗിയർ ബോക്സ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് പ്ലൈവുഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കടയിൽ കൊടുത്ത് ചെയ്യിപ്പിച്ചെടുത്തതാണ്. അപ്പം അതിനകത്ത് അധികം പൈസയൊന്നും ആകത്തില്ല. പിന്നെ നമ്മൾ എടുക്കുന്നത് ഇതുപോലത്തെ ഒരു സ്പ്രിങ് ആണ്. ഇത് നമ്മുടെ ഈ ഡിയോയുടെ ഈ സ്കൂട്ടറിൻ്റെ ഒക്കെ സൈഡ് സ്റ്റാൻഡിൻ്റെ സ്പ്രിങ് ആണ്. ഇനി നമ്മൾ ചെറിയ പ്ലൈവുഡ് പീസ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പശയാണ്. ഇത് നമ്മുടെ തടിയൊക്കെ ഒട്ടിക്കുന്ന പശയാണ്. ഇതാണ് നമ്മുടെ ബേസിൽ വരുന്ന പ്ലൈവുഡ്. ഈ രണ്ട് ചെറിയ പീസുകളിൽ നമ്മൾ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ സ്പ്രിങ്ങിൻ്റെ രണ്ട് അറ്റവും കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ആ ചെറിയ രണ്ട് പീസിൽ ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് രണ്ടെണ്ണം കൂടെ നമുക്ക് ഒരുമിച്ച് ഒട്ടിച്ച് വെക്കാം. അതിനുശേഷം നമ്മുടെ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിങ് അതിനുള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് താഴെയും ഒട്ടിച്ചു വെക്കാം. നമ്മളൊരു ബലത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സ്പ്രിങ്ങിൻ്റെ ആ ബേസ് സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് താഴെയുള്ള എന്ന് വെച്ചാൽ നമ്മുടെ ബേസിലിരിക്കുന്ന പ്ലൈവുഡിൽ ഒട്ടിച്ചു വെക്കണം. അപ്പം ഈ ഒരു ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് കറക്റ്റ് സെൻറ്റർ. അത് നമ്മുടെ ആ ഹോളിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാതെ. അപ്പോൾ അതാണ് അതിൻ്റെ സെൻറ്റർ. അങ്ങനെ വെച്ച് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് വെക്കാം. അപ്പം കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഇരിക്കണം, കാരണം അത് നമുക്ക് ഗിയർ പിടിപ്പിക്കേണ്ട ഇതിലാണ്. അങ്ങനെ നമ്മളത് കുറച്ച് നേരം ഇങ്ങനെ കൈ കൊണ്ട് പിടിച്ചത് സെറ്റ് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഗൈസ്, ഇതിൽ നമ്മൾ വുഡ് പ്രൈമർ അടിക്കുവാണ്. അപ്പം എല്ലാ വുഡിലും നമ്മൾ അടിച്ചെടുക്കുവാണ്. ഇനി നമുക്ക് വേണ്ട ഇതുപോലത്തെ ഒരു സെറ്റ് ക്ലിപ്പാണ്. ഇത് നമ്മൾ ഈ തുണിയൊക്കെ അയാൽ ഇടുമ്പം ക്ലിപ്പ് ചെയ്തിടുന്നതാണ്. അപ്പം ഇതുപോലെ തന്നെ വേണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു ലോക്ക് എടുക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ എടുത്ത ക്ലിപ്പ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വുഡിൽ അടിവശത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഗ്ലൂയിൽ തന്നെ നിൽക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു ചൂണ്ടനൂലെടുത്തിട്ട് നന്നായിട്ട് മുറുക്കി കെട്ടിയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബാക്കി പീസുകളെല്ലാം പ്രൈമർ അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം നമുക്ക് ഒട്ടിച്ച് ചേർത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ആ ഗ്ലൂ വെച്ച് തന്നെയാണ് അത് ഒട്ടിക്കുന്നത്. അങ്ങനെ നമ്മുടെ സൈഡിലത്തെ രണ്ട് പീസും നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ എടുക്കുന്ന ഇതുപോലത്തെ പഴയ കുടയുടെ കമ്പിയാണ്. അപ്പോൾ എന്താ ഇതുപോലെ ഇളക്കമുള്ള ഭാഗത്തെല്ലാം നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കുടക്കമ്പി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുടക്കമ്പി നമ്മുടെ ഈ സ്പ്രിങ്ങിൽ ഒരു നട്ട് ടൈറ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് സെറ്റാക്കി വെക്കാം. അപ്പോൾ അത് നല്ല സ്ട്രോങ്ങിൽ നിന്നോളും. നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ച നമ്മുടെ ക്ലിപ്പിലെല്ലാം നമ്മൾ ഓരോ വയർ, അതായത് പല കളറിലുള്ള വയർ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ളതാണ്. എന്നിട്ട് നമുക്കത് നമ്മുടെ ഗിയർ ബോക്സിലേക്ക് അത് ഇറക്കി വെക്കാം. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുവാണ്. നമ്മുടെ ഗിയറിൽ നമ്മളൊരു വയർ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ഗ്രൗണ്ട് വയർ. ഒരു റെഡ് വയറാണ് നമ്മളവിടെ സോൾഡർ ചെയ്തത്. ഇതാണ് നമ്മൾ ജോയ്സ്റ്റിക്കിൽ നിന്ന് അഴിച്ചെടുത്ത ജോയ്സ്റ്റിക്കിൻ്റെ അകത്തെ ബോർഡ്. അപ്പോൾ ഈ നമുക്ക് വേണ്ട ബോർഡുകളാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് അനലോഗ്. നമുക്കിത് രണ്ടും ആവശ്യമില്ലാത്തതാണ്. അതിനെക്കൊണ്ട് നമുക്കൊരു ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഈ വലിയ ബോർഡും പിന്നെ 2 ചെറിയ ബോർഡുകളുമാണ്. അപ്പം ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഗ്രൗണ്ട് വയർ. അതാണ് നമ്മുടെ ഗ്രീന്. ഈ വയറാണ് എല്ലാ സ്വിച്ചിനും കോമൺ വയർ. ഇപ്പം ഒരു സ്വിച്ചിന് 2 ടെർമിനൽ ഉണ്ടല്ലോ, അതിൻ്റെ ഒന്ന് ഗ്രൗണ്ട് ആയിരിക്കും. അതാണ് നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ യൂസ് ചെയ്തിരിക്കുന്ന ജോയ്സ്റ്റിക്കാണ് നമ്മുടെ ഗിയർ ബോക്സ് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ ആമസോണിനെയും കൊടുക്കുന്നുണ്ട്. അപ്പം ഗൈസ്, ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാകത്തില്ലെന്നറിയാം. ഇത് ശരിക്കും ഒരു പരീക്ഷണമായിരുന്നു. നമ്മൾ ജോയ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ട് ഇത് വർക്ക് ചെയ്യുമെന്ന് പോലും കരുതിയല്ല. അപ്പം നമ്മുടെ ഒരു ഇത് വെച്ച് നമ്മളൊന്ന് ചെയ്ത് നോക്കിയതാണ്. നമ്മളിതുപോലെ കുറേ വീഡിയോ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ, പക്ഷെ അതൊന്നും മനസ്സിലാകാത്ത രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം കൂട്ടുകാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങളെ ക്ലച്ച് ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലച്ച്. കണ്ടോ, നമ്മൾ സ്പ്രിങ് ഒക്കെ വെച്ചിട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ സ്വിച്ചാണ് നമ്മൾ ക്ലച്ചിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രസ് ചെയ്യുമ്പോൾ മാത്രം വർക്ക് ചെയ്യുന്ന സ്വിച്ചാണ്. ഇത് നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. വെറും എന്താ പറയുക, 1 രൂപ 2 രൂപ എന്താ അത്രേ ഉള്ളൂ. പിന്നെ ഗൈസ്, ഇതാണ് നമ്മുടെ ജോയ്സ്റ്റിക്കിൻ്റെ USB കേബിൾ. ഇതാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ജോയ്സ്റ്റിക്കിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ബോർഡ്, ജോയ്സ്റ്റിക്കിൻ്റെ ബോർഡല്ല, ഒരു കാർബോർഡിൽ സെറ്റ് ചെയ്തിട്ട് നമ്മളത് ഗിയർ ബോക്സിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ജോയ്സ്റ്റിക്കിൻ്റെ ബോർഡ്, മെയിൻ ബോർഡും പിന്നെ 2 ചെറിയ ബോർഡുകളും. അപ്പോൾ ഇതിൽ വയറിങ് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിയർ. ഇതിൽ 1 2 3 4 5 6 റിവേഴ്സ്. ഇതിലൊക്കെ നമ്മൾ ക്ലിപ്പ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ സോൾഡർ ചെയ്യാൻ വേണ്ടി 7 ക്ലിപ്പ്, അതിലേക്കാണ് നമ്മൾ ഓരോ വയറും സോൾഡർ ചെയ്യുന്നത് ബോഡിയിൽ നിന്ന് വരുന്നത്. പിന്നെ നമ്മുടെ ഇത് ഗിയർ, നമ്മുടെ ആ കുടക്കമ്പി. ആദ്യം തന്നെ നമ്മുടെ ആ മെയിൻ ബോഡിയിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് ഈ പോർഷനിൽ നിന്ന്, ഈ സെൻറ്ററായിട്ടുള്ള പോർഷനിൽ നിന്ന് ഒരു ഗ്രീൻ വയർ സോൾഡർ ചെയ്ത് നമ്മൾ നേരെ കൊടുക്കുന്നത് നമ്മുടെ ഗിയറിലേക്കാണ്. അതെന്ന് വെച്ചാൽ ഗ്രൗണ്ടാണ്, എല്ലാ സ്വിച്ചിനും കോമൺ ഗ്രൗണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ബോർഡിൻ്റെ റൈറ്റ് സൈഡാണ്. അതായത് ഫസ്റ്റ് ഗിയറിന് വേണ്ടിയുള്ള നമ്മൾ വയർ സോൾഡർ ചെയ്യുകയാണ്. അതായത് ഈ ഭാഗത്തുനിന്ന് നമ്മൾ നേരെ ഫസ്റ്റ് ഗിയറിൻ്റെ ആ ക്ലിപ്പിലേക്ക് ഒരു വയർ സോൾഡർ ചെയ്ത് വെക്കുകയാണ്.
ഇനി നമുക്ക് വേണ്ടത് അടുത്ത ഈ പോർഷനിൽ നിന്നാണ് സെക്കൻഡ് ഗിയറിലേക്കുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ വേറൊരു വയർ സോൾഡർ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് നമ്മൾ കൊടുക്കുവാണ്. ഇനി നമുക്ക് വേറൊരു കളർ സെലക്ട് ചെയ്യാം. തേർഡ് ഗിയറിന് വേണ്ടിയാണ്. ഈ പോർഷനിൽ നിന്നാണ് നമ്മുടെ സെക്കൻഡിൻ്റെ ഏറ്റവും താഴെ, എന്ന് വെച്ചാൽ സെക്കൻഡിൻ്റെ തൊട്ട് താഴെ ഈ പോർഷനിൽ നിന്നാണ് നമ്മൾ തേർഡ് ഗിയറിലേക്കുള്ളത് സെറ്റ് ചെയ്യുന്നത്. ഒരു വയർ സോൾഡർ ചെയ്ത് ഇവിടുന്ന് സോൾഡർ ചെയ്ത് പിന്നെ തേർഡ് ഗിയറിൻ്റെ ക്ലിപ്പിൽ കൊണ്ടുവന്ന് സോൾഡർ ചെയ്തു. ഇനി അടുത്ത ഫോർത്ത് ഗിയറിൻ്റെയാണ്. അത് നമ്മൾ തൊട്ട് താഴെ തേർഡിൻ്റെ തൊട്ട് താഴെയുള്ള പോർഷനിൽ നിന്നാണ് നമ്മൾ സോൾഡർ ചെയ്യുന്നത്. അത് നമ്മുടെ ഫോർത്ത് ഗിയറിൽ കൊണ്ട് സോൾഡർ ചെയ്ത് വെച്ചു. അതിൻ്റെ തൊട്ട് താഴെയുള്ള ടെർമിനൽ നമുക്ക് വേണ്ട, അത് ഗ്രൗണ്ടാണ്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ 4 ഗിയറും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചെറിയ ബോർഡിലേക്ക് പോകാം. ഇതിന് 3 ടെർമിനലുണ്ട് ഒരു സൈഡിൽ. അതിൻ്റെ മുകളിൽ കാണുന്ന ടെർമിനലിൽ നിന്ന് ഒരു വയർ സോൾഡർ ചെയ്ത് നമ്മൾ നേരെ കൊടുക്കുന്നത് 5th ആ സെൻട്രൽ പോർഷൻ നമ്മൾ എടുക്കുന്നില്ല, അത് ഗ്രൗണ്ടാണ്. ഇനി നമ്മൾ എടുക്കുന്ന അതിൻ്റെ ഏറ്റവും താഴത്തെ ടെർമിനലിൽ നിന്ന് ഒരു വയർ സോൾഡർ ചെയ്ത് നേരെ കൊടുക്കുന്നത് 6th ഇനി അടുത്ത ചെറിയ ബോർഡ് നമുക്ക് എടുക്കാം. അത് നമ്മൾ മറ്റേത് ചെയ്ത പോലെ തന്നെ മുകളിലത്തെ ടെർമിനലിൽ നിന്ന് ഒരു വയർ സോൾഡർ ചെയ്ത് നേരെ കൊടുക്കുന്നത് റിവേഴ്സിലോട്ടാണ്. ഇത്രയും സിമ്പിളാണ് നമ്മുടെ ഗിയർ ബോക്സ് ചെയ്യാൻ വേണ്ടി, വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന വീഡിയോ നിങ്ങളൊന്ന് എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഇതാണ് നമ്മുടെ ക്ലച്ചിൻ്റെ സ്വിച്ച്. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ മാത്രം വർക്ക് ചെയ്യുന്ന സ്വിച്ചാണിത്. അതിന് 2 ടെർമിനൽ കാണും. അപ്പോൾ അതിനുവേണ്ടി ഈ പോർഷനിൽ നിന്ന് ബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു വയർ സോൾഡർ ചെയ്യുവാണ്. അങ്ങനെ ബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു വയർ സോൾഡർ ചെയ്ത് നമ്മുടെ ക്ലച്ചിൻ്റെ ഒരു ടെർമിനലിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഗ്രൗണ്ടാണ്. അപ്പം ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ പാത്ത് പോയിരിക്കുന്നത് അടുത്ത ടെർമിനൽ, ഇതും ഗ്രൗണ്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു വയർ സോൾഡർ ചെയ്ത് നമ്മൾ ക്ലച്ചിൻ്റെ അടുത്ത ടെർമിനലിലോട്ട് സോൾഡർ ചെയ്ത് വെക്കുവാണ്. ഇപ്പോൾ ഒരു കാര്യം, നമ്മൾ യൂറോ ട്രക്കിൽ ക്ലച്ച് എന്ന് വെച്ചാൽ ക്ലച്ച് അമർത്തിയാൽ ഗിയർ വീഴും. വണ്ടിയുടെ കൂട്ട് തന്നെയാണ് യൂറോ ട്രക്കിലും. നമ്മൾ വെറുതെ ഗിയർ എടുത്തിട്ടാൽ അതിനകത്തൊന്നും റെസ്പോണ്ട് ചെയ്യത്തില്ല. ഇത്ര വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ ഗിയറും ലോക്കും തമ്മിലുള്ള ഒരു മെക്കാനിസം. ലോക്കായിട്ടിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത് രണ്ടും കൂട്ടി മുട്ടുമ്പോഴാണ് ആ ഒരു പർട്ടിക്കുലർ സ്വിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഗിയർ ബോക്സിൻ്റെ USB നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പം ഗൈസ്, ഇനി നമുക്ക് ഗെയിമിൽ കുറച്ച് പരിപാടിയുണ്ട്. അതിനായിട്ട് നമ്മൾ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻസ് സെക്കൻഡ് ലാസ്റ്റ് കിടക്കുന്ന കൺട്രോൾസ് ക്ലിക്ക് ചെയ്യുക. കൺട്രോൾസിൻ്റെ മുകളിലായിട്ട് കീബോർഡ് പ്ലസ് ജനറിക് USB ജോയ്സ്റ്റിക്ക് എനേബിൾ ചെയ്തിടുക. അപ്പം ഞാനത് നേരത്തെ എനേബിൾ ചെയ്തിട്ടിട്ടുണ്ട്. ഇൻപുട്ട് വിസാർഡ്. ഇനി ഇവിടെ കയറുമ്പോൾ താഴെ കാണുന്ന കൺട്രോൾസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് H ഷിഫ്റ്റർ, ഇത് മുകളിലായിട്ട് റേഞ്ച്. ഇനി നമ്മൾ ഇവിടെ ക്ലച്ചിൻ്റെ ആക്സിസ് കൊടുക്കാൻ പറയുന്നുണ്ട്. അവിടെ നമ്മൾ മൗസ് വെച്ചൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ക്ലച്ച് ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ അമർത്തി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ജോയ് X ആക്സിസ് എന്ന് എഴുതി കാണിച്ചത്. ഇനി നെക്സ്റ്റ് കൊടുക്കുക. ഇനി നമുക്ക് ഓരോ ഗിയറും ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഫസ്റ്റ് റിവേഴ്സാണ് കിടക്കുന്നത്. അപ്പോൾ അതിൽ കൊണ്ട് മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ റിവേഴ്സ് ഗിയർ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ എഴുതി കാണിക്കാൻ കണ്ടോ ജോയ് ബട്ടൺ 6. ഇനി ഫസ്റ്റ് ഗിയർ, അതിൽ മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഗിയർ ബോക്സിൽ ഫസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം ജോയ് അപ്പ്. ഇനി സെക്കൻഡ് ഗിയർ, അതിൽ മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെക്കൻഡ് ഗിയർ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം കേട്ടോ ജോയ് ബട്ടൺ 1. ഇനി 3, അതിൽ മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഗിയർ ബോക്സിൽ 3 ഒന്ന് ഇട്ട് കൊടുക്കുക. ഗിയർ 3 ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി 4 അതുപോലെ തന്നെ.
അങ്ങനെ നമ്മുടെ ഗിയറുകളെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഓരോ ഗിയർ ഇട്ട് നോക്കുവാണ്. അപ്പം നിങ്ങൾക്ക് കാണാം കണ്ടോ, 1 2 കണ്ടോ, അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. 3 4 5 6 കണ്ടോ, എല്ലാം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. റിവേഴ്സ്. ഇപ്പം നമ്മുടെ ഗിയർ പക്ക വർക്കിംഗ് ആണ്. ഇതുപോലെ റെസ്പോണ്ട് ചെയ്യണം നമ്മൾ ഗിയർ ഇടുമ്പം. ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കിടന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരാരെങ്കിലും ഇത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ നിതിൻ ഗൈസ് സൈനിങ് ഔട്ട്.